പാടം നികത്തി പിന്നെ ഇല്ലാതെയായൊരു പാടുപോലും പാടത്തു പണ്ടുണ്ടായിരുന്ന കുളങ്ങളെല്ലാം നികത്തി എല്ലാം കുളമായി. പണം എത്രയുണ്ടായാലും പണം 3 നേരം കഴിക്കാൻ പറ്റില്ലല്ലോ. കോരനും ചിരുതയും നികന്ന പാടത്തടിഞ്ഞു പടിഞ്ഞു. ഈ ആറന്മുള പദ്ധതിയിൽ ഒരു ഇതുപോലും കൃഷി വകുപ്പിനോട് ഇതുവരെ ആരാഞ്ഞിട്ടില്ല. വൻകിട പദ്ധതികൾക്ക് വേണ്ടി നെൽവയലുകളെ നശിപ്പിക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ തന്നെ ഭാഗമായി ബോധപൂർവമായി ഉണ്ടാവുന്നുണ്ട്. കോരനും ചിരുതയും നികന്ന പാടത്തടിഞ്ഞു പടിഞ്ഞു പോയി. ഇന്ത്യയിൽ ആദ്യമായി നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുവാൻ നിയമം കൊണ്ടുവന്ന നാടാണ് കേരളം. ഇതിനുള്ള പ്രധാന കാരണം 1975 കണക്കനുസരിച്ച് 8 ലക്ഷം ഹെക്ടർ നെൽവയലുകളാണ് നമുക്കുണ്ടായിരുന്നത്. എന്നാൽ 2008 ആയപ്പോഴേക്കും ഇത് 2.34 ലക്ഷം ഹെക്ടറായി ചുരുങ്ങി. നെൽവയലുകൾ ഒരേ സമയം കൃഷിയിടങ്ങളും അതുപോലെ തന്നെ വലിയ ജലസംഭരണികളുമാണ്. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്ന രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നാണ് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഇത്തരമൊരു നിയമത്തിന് രൂപം നൽകിയത്. എന്നാൽ നിയമം നിലവിൽ വന്ന് 5 വർഷം പിന്നിട്ടിട്ടും നെൽവയൽ നികത്തൽ തുടരുകയാണ്. നിയമം കൂടുതൽ ഉദാരമാക്കാനാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ശ്രമം. ഇത്തവണ ട്രൂത്ത് ഇൻസൈഡ് അന്വേഷിക്കുന്നു. ഒരു ജനതയുടെ കുടിവെള്ളവും അന്നവും മുട്ടുമെന്നുറപ്പായിട്ടും എന്തുകൊണ്ടാണ് കർശനമായൊരു നിയമത്തെ ഇല്ലാതാക്കാൻ ജനാധിപത്യ സർക്കാർ ശ്രമിക്കുന്നത്? മഴ പെയ്യാൻ വൈകിയാൽ, മഴയിൽ കുറവുണ്ടായാൽ മലയാളിയുടെ നെഞ്ചിൽ ആശങ്കയുടെ കനലെരിയും. കുടിവെള്ളം മുതൽ വൈദ്യുതി വരെ എല്ലാം മുടങ്ങുമെന്ന അസ്വസ്ഥതയ്ക്ക് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല. കേരളത്തിന്റെ ശരാശരി വാർഷിക മഴ ലഭ്യത ഓരോ വർഷവും കുറയുന്നതായാണ് കണക്കുകളും പഠനങ്ങളും. മഴ ലഭ്യത കൂടുമ്പോൾ വെള്ളപ്പൊക്കങ്ങളും അതേ വേഗതയിൽ വരൾച്ചയുമുള്ള സംസ്ഥാനമായി കേരളം മാറിയതിൽ അശാസ്ത്രീയമായ ഭൂവിനിയോഗം തന്നെയാണ് കാരണം. 1 ഹെക്ടർ വയൽ നഷ്ടപ്പെട്ടാൽ ഏതാണ്ട് 2 കോടി ലിറ്റർ ജലം നഷ്ടമാകും. നെൽപ്പാടങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, കായലും ചതുപ്പും ചേർന്ന തീരദേശ തണ്ണീർത്തടങ്ങൾ എന്നിങ്ങനെ 3 തരത്തിലുള്ള പ്രകൃതിദത്ത ജലസംഭരണികളാണ് നമുക്കുള്ളത്. ഇവയെല്ലാം ചേർന്ന ജലവിധാന വിസ്തൃതി 2004 ഏതാണ്ട് 16 ലക്ഷം ഹെക്ടർ ആയിരുന്നത് 2011 ആയപ്പോഴേക്കും 4-1 ചുരുങ്ങിയതായാണ് കണക്കുകൾ. അഥവാ 12 ലക്ഷം ഹെക്ടർ ജലസംഭരണ പ്രദേശമാണ് നിയമം ലംഘിച്ചും അല്ലാതെയും നികത്തിയത്. വയൽ നികത്തൽ, വനനശീകരണം, കിണറുകളിൽ പോലും കോളിഫോം ബാക്ടീരിയ കലരുന്നത്രയും മലിനീകരണം, മണൽ വാരൽ, കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ആധിക്യം ഇവയെല്ലാം മരുഭൂവൽക്കരണത്തിന് ആക്കം കൂട്ടി. വരണ്ട പ്രദേശങ്ങളിൽ മാത്രം കാണുന്ന 34 ഇനം മരുപക്ഷികളെ കേരളത്തിൽ കണ്ടെത്തിയതും വരണ്ട ഭൂമിയിൽ മാത്രം വളരുന്ന സസ്യങ്ങൾ നമുക്ക് ചുറ്റും വളർന്നു തുടങ്ങുന്നതും പ്രകൃതിയുടെ മുന്നറിയിപ്പുകളാണ്. വരാനിരിക്കുന്ന കാലം ജലകലാപങ്ങളുടേതാണ് എന്ന മുന്നറിയിപ്പ്. എല്ലാം ചരക്കുവൽക്കരിക്കുന്ന ആഗോളവൽക്കരണ നയങ്ങളുടെ നടത്തിപ്പ് കാലത്ത് തന്നെയാണ് നമ്മുടെ വയലുകളും തണ്ണീർത്തടങ്ങളും വ്യാപകമായി നികത്തുവാൻ തുടങ്ങിയതും. ജലസംഭരണികളായിരുന്ന കുന്നിടിച്ച് വയൽ നികത്തൽ വ്യാപകമായതോടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ താറുമാറാകാൻ തുടങ്ങി. ഈ പ്രവണത ഉണ്ടായത് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയ നവലിബറൽ സാമ്പത്തിക നയങ്ങളിലൂടെയാണ്. എല്ലാം ചരക്കുകളാണ് എന്ന ഒരു സങ്കല്പം വികസിപ്പിച്ചെടുത്തപ്പോൾ ഭൂമിയും ചരക്കായിട്ട് മാറി. ആ ഭൂമി കൊണ്ടും പണമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി തണ്ണീർത്തടങ്ങൾ പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെട്ടു. അവിടെ നശിപ്പിക്കപ്പെടുന്നത് ശുദ്ധജലമാണ്. ശുദ്ധജലമില്ലെങ്കിൽ ജീവനില്ല. ആസൂത്രിതമായിരുന്നു ഭൂമിക്ക് വിലയിടൽ. തുറന്ന വിപണി മത്സരത്തിൽ നെല്ലിന് വിലയില്ലാതായി. സർക്കാർ സബ്സിഡികൾ വെട്ടിക്കുറച്ചു. കൃഷിയുടെ നഷ്ടക്കണക്കിൽ നിന്ന് രക്ഷ നേടുവാനുള്ള മാർഗമായി വയൽ നികത്തലും മറിച്ചു വിൽക്കലും. അപ്പോഴും ജീവിതാനുഭവങ്ങൾ പാഠമാക്കിയ പഴയ തലമുറ നിരന്തരം താക്കീത് നൽകി.
സമ്പന്നമായ ഒരു കാർഷിക സംസ്കാരമുണ്ട് മലയാളിക്ക്. കൃഷി കണ്ടുപിടിച്ചതോടുകൂടി ഉപഭോക്താക്കൾ മാത്രമായിരുന്ന മനുഷ്യൻ ഉൽപാദകരായി തീർന്നു. പ്രകൃതിയെ അറിയാനും പഠിക്കാനും അവൻ പഠിച്ചു. മാത്രമല്ല, ഇന്ന് കാണുന്ന കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം, നാഗരിക ജീവിതം, സംസ്കാരം, പരിഷ്കാരം എല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ്. ഇന്ന് കാണുന്ന ഭൂമിയുടെ ഘടന തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ്. മലയാളിയുടെ രാഷ്ട്രീയ വർഗബോധം കരുപ്പിടിപ്പിക്കുന്നതും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരെ കലാപമുയരുന്നതും വയലുകളിൽ നിന്നാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയും ജന്മിത്വത്തിനെതിരെയുമെല്ലാം ജീവൻ നൽകിയും സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചവരിൽ കർഷക തൊഴിലാളികൾ മുൻനിരയിലുണ്ടായിരുന്നു. പടിയടച്ചാല് നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങലാടി. കുടിവെള്ളവും ഭക്ഷ്യസുരക്ഷയും ഇല്ലാതാക്കുന്നതോടൊപ്പം ചെറുത്തുനിൽപ്പിന്റെ ഈ രാഷ്ട്രീയ സംസ്കാരത്തെയുമാണ് നികത്തി ഇല്ലാതാക്കുന്നത്. നമ്മള് പട നയിക്കൂലേ, കുടിയൊഴിച്ചാല് നമ്മള് തൊടിയെടുക്കൂലേ. അവശേഷിക്കുന്ന നെൽവയലുകളെങ്കിലും സംരക്ഷിച്ചില്ലെങ്കിലുണ്ടാകുന്ന പാരിസ്ഥിതികവും സാമൂഹികവുമായ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞതുകൊണ്ടും പലയിടങ്ങളിൽ നടന്ന ജനകീയ സമരങ്ങൾ പരിഗണിച്ചുമാണ് 2008 അന്നത്തെ ഇടതുപക്ഷ സർക്കാർ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം കൊണ്ടുവരുന്നത്. പാരിസ്ഥിതിക നിയമനിർമ്മാണ രംഗത്തെ സുപ്രധാന ചുവടുവയ്പായിരുന്നു ഈ നിയമം. അത് സാധാരണ തരത്തിലുള്ള ഒരു ആക്ട് അല്ല കൊണ്ടുവന്നത്. ഇത് നമ്മുടെ അസംബ്ലിയുടെ ഒരു സെലക്ട് കമ്മിറ്റിക്ക് വെച്ചിട്ട് അവർ സ്റ്റഡി ചെയ്തിട്ട് ചെയ്തൊരു സംഗതിയാണ്. അവർ പല സംസ്ഥാനങ്ങളിലും പോയിട്ട് അവിടെയുള്ള സംഗതികളൊക്കെ നോക്കി മനസ്സിലാക്കി ഇവിടെ തന്നെ എന്നിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം ഈ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ പൊതുജനങ്ങളുടെ ഇൻപുട്ട് എടുത്തിരുന്നു, പ്രത്യേകിച്ച് കൃഷിക്കാരുടെ. ഓരോ ഡിസ്ട്രിക്റ്റിലും നടന്ന് ഉണ്ടാക്കിയൊരു അപ്പോൾ ഇത്രയും ജനങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്നാൽ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നതു മുതൽ അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങളും നടന്നു. നിയമം പാസാക്കുന്നതിൽ ഇടതുപക്ഷം കാണിച്ച താൽപര്യം നടപ്പാക്കുന്നതിൽ കണ്ടില്ല. ഏതൊരു നിയമത്തെയും അപ്രസക്തമാക്കുവാൻ ഭരിക്കുന്നവർക്ക് കഴിയും എന്നതിന്റെ പ്രധാന തെളിവുകൂടിയാണ് ജീവൽ പ്രധാനമായ ഒരു നിയമത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി. നിയമം നിലവിൽ വന്ന് 3 മാസത്തിനകം ഡാറ്റാ ബാങ്ക് തയ്യാറാക്കും എന്നായിരുന്നു വാഗ്ദാനം. പക്ഷേ 5 വർഷം കഴിഞ്ഞിട്ടും ഡാറ്റാ ബാങ്കിന് അംഗീകാരവും അനുമതിയുമായില്ല. ഓരോ പ്രദേശത്തെയും തണ്ണീർത്തടങ്ങളും നെൽവയലുകളും കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഡാറ്റാ ബാങ്ക് ഇല്ലാതെ ഈ നിയമത്തിന് ഒരു സാധുതയുമില്ല. ഡാറ്റാ ബാങ്ക് തയ്യാറാക്കാത്തതുകൊണ്ട് തന്നെ കേരളത്തിൽ നെൽവയൽ എവിടെ, തണ്ണീർത്തടം എവിടെ എന്ന് നിയമപരമായി ചോദിച്ചാൽ കേരളത്തിൽ 1 സെൻറ്റ് നെൽവയലോ 1 സെൻറ്റ് തണ്ണീർത്തടമോ നിയമപരമായി നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഈ നെൽവയൽ നികത്തുന്ന കേസുകൾ കോടതിയിലെത്തിക്കഴിഞ്ഞാൽ ഈ നികത്തുന്ന ആളുകൾ ഡാറ്റാ ബാങ്ക് ഇല്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഈ കേസിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. AK ബാലൻ്റെ ഒരു ചോദ്യമുണ്ട് നിയമസഭയിൽ. ഈ ഡാറ്റാ ബാങ്ക് രൂപീകരിക്കുന്നതിന് എന്താണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്? അപ്പോൾ അതിൽ തിരുവഞ്ചൂർ രാഷ്ട്രം മറുപടി 90% ഡാറ്റാ ബാങ്കിൻ്റെ ഇതും പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കരട് ഡാറ്റാ ബാങ്കിന് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ 50%-ലധികം ഡാറ്റാ ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഘട്ടത്തിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് 1 മാസത്തിനകത്ത് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് അന്നത്തെ മറുപടി. പക്ഷേ വാഗ്ദാനങ്ങളൊന്നും നടന്നില്ല. എന്തുകൊണ്ട് ഡാറ്റാ ബാങ്ക് തയ്യാറായില്ല എന്നതിന് മറുപടിയുമില്ല. ഇപ്പോഴും സർക്കാർ വാദം ഇങ്ങനെയൊക്കെയാണ്. ഡാറ്റാ ബാങ്ക് ഏകദേശം 75% അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിരുന്നു. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ ശരിയായ അവസ്ഥ ഡാറ്റാ ബാങ്കിലുള്ളത് എന്താ? കൃഷിയിടങ്ങൾ പലതും കൃഷിയിടങ്ങൾ അല്ല എന്ന് പറയുന്നു. കൃഷിയിടങ്ങൾ അല്ലാത്ത സ്ഥലങ്ങൾ കൃഷിയിടങ്ങളാണ് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അത് പരിശോധിച്ചുകൊണ്ട് ഏതൊക്കെയാണ് കൃഷിയിടങ്ങൾ എന്നത് ഒന്നുകൂടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയുള്ള സാവകാശം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് റവന്യൂ വകുപ്പ് അത് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിന് കൃഷി വകുപ്പ് കൂടി സഹായിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ അതിൻ്റെ
തുടങ്ങിയിട്ട് ഇപ്പോൾ 1-2 വർഷക്കാലമായി അതിന് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ തുടങ്ങി. ഇതുവരെ ഒരു ക്ലാരിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ തുടങ്ങിയതാണ് ഡാറ്റാ ബാങ്ക് പ്രസിദ്ധീകരിക്കാത്തതിന്റെ കാരണമെന്ന് വ്യക്തം. റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യങ്ങൾക്ക് സർക്കാർ വഴങ്ങുന്നതായി അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു യോഗം വിളിച്ചു കൂട്ടി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് ഈ നിയമത്തിൽ വരുത്തേണ്ട ഭേദഗതികളെ സംബന്ധിച്ച് ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആ മീറ്റിങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി വിളിച്ചില്ല. കൃഷി വകുപ്പ് അറിയാതെയാണ് മീറ്റിംഗ് വിളിച്ചത്. എന്നിട്ട് അവർ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയാൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിലവിലുള്ള ഡാറ്റാ ബാങ്ക്, ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഡാറ്റാ ബാങ്ക് സംവിധാനം മാറ്റണം, അത് റദ്ദാക്കണം, എന്നിട്ട് പുതിയ ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കണം. കാരണം ഈ ഡാറ്റാ ബാങ്കിൽ ഒരുപാട് അപാകതകളുണ്ട്. അതിനൊരു പുതിയ കമ്മിറ്റി രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ടു. അപ്പം ആ ഒരു തീരുമാനം ഗവൺമെൻറ് എടുത്ത് താഴേക്ക് കലക്ടർ അടക്കമുള്ള RDOനെല്ലാം അതിന് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് സംഭവിച്ചൊരു കാര്യം എന്താ വെച്ചാൽ ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കിയ സ്ഥലത്ത് തന്നെ അത് മരവിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ UDF സർക്കാർ വന്നതിന് ശേഷം നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാൻ ജനുവരി 8 ഒരു മന്ത്രിസഭായോഗ തീരുമാനമെടുക്കുകയും 6 മാസങ്ങൾക്ക് ശേഷം ഞാനത് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടപ്പോൾ മാത്രമാണ് ആ സർക്കാരിൻ്റെ ഭാഗമായ KPCC പ്രസിഡന്റ് വരെ ആ കാര്യം അറിയുന്നത്. അത് പൂഴ്ത്തിവെച്ചാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അതിനുശേഷം വീണ്ടും പലപ്പോഴും വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്തുണ്ടായ സമ്മർദ്ദങ്ങളുടെ ഫലമായി ഈ നിയമം അട്ടിമറിക്കുന്നതിന് വേണ്ടി സർക്കാർ മുൻകൈയെടുത്തു. ആസൂത്രിതമാണ് നീക്കങ്ങൾ. ഡാറ്റാ ബാങ്ക് ഇല്ലാതെ നിയമത്തിന്റെ പ്രായോഗിക സാധ്യത ഇല്ലാതാക്കിയവർ നിയമ ഭേദഗതിയെക്കുറിച്ചും ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. 2008 മുൻപ് നികത്തിയ നിലങ്ങൾക്ക് നിയമസാധുത നൽകുവാൻ ചർച്ചകൾ നടക്കുന്നതായി കൃഷിമന്ത്രി തന്നെ സമ്മതിക്കുന്നു. ചർച്ചകൾ അങ്ങനെ നടന്നിരുന്നു. അത് ഈ അന്ന് നിയമം ഉണ്ടാക്കുന്ന സമയത്ത് 2008 മുമ്പേ ഉള്ളതിന് നികത്തിയതിന് ഇത് കൊടുക്കണം, പരിരക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് അത്രമാത്രം ക്ലിയറായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അതേസമയം നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ നിലം എന്ന് ആധാരത്തിൽ കാണുകയും അത് 10-20 വർഷങ്ങൾക്ക് മുമ്പ് നികത്തി വലിയ തെങ്ങുകളൊക്കെ തന്നെയുള്ള ആ നിലം എന്ന് പറയുന്ന സ്ഥലത്തൊരു വീടെടുക്കുമ്പോൾ ഇപ്പോഴും അത് വയലായിട്ട് തന്നെ കാണുകയും ആ വയലിൽ വീടെടുക്കാൻ പോലും കഴിയാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ പരിവർത്തനപ്പെടുത്തിയ ഭൂമിയിൽ ഇങ്ങനെ വീട് വെക്കുമ്പോൾ കാർഷിക മേഖലയിൽ നിന്ന് പരിവർത്തനപ്പെടുത്തണം എന്നല്ല പറയുന്നത്, അവർക്ക് അതിൻ്റെ പരിരക്ഷ കൊടുക്കണം എന്നതാണ് ആവശ്യമായിട്ടുള്ളത്. ഡാറ്റാ ബാങ്ക് നിലവിലില്ലാത്തതിനാൽ ഇപ്പോൾ നികത്തുന്ന നിലങ്ങൾ പോലും 2008 മുൻപ് നികത്തിയതാണ് എന്ന് രേഖയുണ്ടാക്കാൻ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് എളുപ്പമാണ്. 5-10 വർഷം പ്രായമായ തെങ്ങുകൾ വയലുകളിലേക്ക് പറിച്ചു നട്ട് പരിവർത്തനപ്പെടുത്തിയ ഭൂമിക്ക് അംഗീകാരം നേടുവാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാനത്തെ ഭൂമാഫിയ. പ്രത്യേക വ്യാവസായിക മേഖലയായി പ്രഖ്യാപിച്ചാൽ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം ബാധകമാക്കേണ്ടതില്ല എന്ന ഭേദഗതിക്കും അണിയറ നീക്കം ശക്തമാണ്. ആറന്മുള പോലുള്ള വൻ പദ്ധതികൾ മുന്നിൽ കണ്ടാണ് ഈ നീക്കം. വാസ്തവത്തിൽ ഈ നിയമത്തിൽ സ്വകാര്യ പ്രോജക്റ്റുകൾക്കൊന്നും തന്നെ നെൽവയൽ നികത്താൻ ഈ നിയമം അനുവദിക്കുന്നില്ല. സർക്കാരിന് പോലും അത്തരത്തിലുള്ള ക്ലിയറൻസ് കൊടുക്കാൻ അനുവാദമില്ല. അതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സർക്കാർ പുറമ്പോക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട തോടുകളും ഇതെല്ലാം നികത്തിക്കൊണ്ട് ആറന്മുളയിൽ ഒരു വിമാനത്താവള പദ്ധതിയുമായി കമ്പനി മുമ്പോട്ട് വരുന്നത്. ഈ കമ്പനിയിൽ 10% ഷെയർ എടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് ആ നിയമലംഘനത്തിൽ പങ്കാളിയാവുകയാണ്. അപ്പോൾ ഈ നിയമം അട്ടിമറിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അവിടെ ഈ നിയമം ലംഘിച്ച ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. ഇത്തരത്തിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലംഘനമാണ് ആറന്മുളയിൽ നടന്നത്. തൃശ്ശൂരിൽ പുഴയ്ക്കൽപ്പാടത്ത് ലുലു സെൻറ്റർ നടത്തുന്നത്, അതുപോലെ തന്നെ കായൽ കയ്യേറ്റത്തിലൂടെ കൊച്ചിയിൽ ലുലു നടത്തിയിരിക്കുന്നത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ DLF കൊച്ചിയിൽ തന്നെ കായൽ നികത്തി ഇത്തരത്തിലുള്ള തീരദേശ നിയമം ഉൾപ്പെടെ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള DLFൻ്റെ കെട്ടിട നിർമ്മാണം നടക്കുന്നത്.